ഭദ്രൻ്റെ രണ്ടാം കെട്ട്. രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 24. പാറു, നീ ഇന്ന് കോളേജിൽ പോണില്ലേ? സാമട്ടിലൊരുങ്ങുന്നവളെ കണ്ടിട്ട് വിമലയ്ക്ക് സംശയമേറി. പോകുന്നുണ്ട് മമ്മ. അവൾ മുടി പോണിട്ടയിൽ കിട്ടിയതിന് ശേഷം കണ്ണാടിയിൽ ഭംഗി നോക്കിക്കൊണ്ട് പറഞ്ഞു. ഭദ്രോട്ടം വരാൻ സമയമായി. നീ ഇതുവരെയും കഴിച്ചു പോലും ഇല്ലല്ലോ. അവർ വേവലാതിയോടുകൂടി പറഞ്ഞു. അതിനിപ്പോൾ എന്താ അമ്മ? ഇന്ന് നമ്മുടെ ഡ്രൈവർ വീട്ടിലുണ്ടല്ലോ. താമസിച്ചാലും രാമേട്ടൻ കൊണ്ട് വിട്ടോളും. എങ്ങനെയെങ്കിലും മാരാരുടെ കാറിൽ പോകുന്നെന്ന് രക്ഷപ്പെടുവാനായി അവൾ വളരെയധികം ആഗ്രഹിച്ചു. അതെന്താ മോളെ അങ്ങനെ? നിനക്കെന്ന് നേരത്തെ എഴുന്നേറ്റ് അവൻ്റെ കൂടെ കോളേജിൽ പോയാൽ എന്താ? വിമല അവളോട് ഇത്തിരി ദേഷ്യത്തിൽ തന്നെ ആരാഞ്ഞു. മമ്മ, രാവിലെ തന്നെ ദേഷ്യപ്പെടല്ലേ. ഞാൻ നാളെ തൊട്ട് നേരത്തെ എഴുന്നേക്കാൻ ശ്രമിച്ചോളാം. അയാളുടെ കൂടെ പോകാൻ ഇഷ്ടമില്ലാതെ മനഃപൂർവ്വം എഴുന്നേൽക്കാൻ താമസിച്ചതാണെന്ന് വിമലയോട് പറയുവാൻ അവൾക്ക് പേടി തോന്നി. വേഗം വാ, താഴേക്ക് വന്ന് കഴിച്ചിട്ട് പോകാൻ നോക്ക്. അവളെ നോക്കി ഒന്ന് ഗൗരവത്തിൽ പറഞ്ഞിട്ട് വിമല പടികളിറങ്ങി താഴേക്ക് പോകുന്നത് അറിഞ്ഞവൾ, ഈശ്വര, ആ കാലമാടൻ്റെ കയ്യിൽ നിന്ന് എനിക്കൊരു മോചനയില്ലേ? അവൾ കൈകൾ മുകളിലേക്ക് ഉയർത്തി തികച്ചും നാടകീയമായ രീതിയിൽ ഈശ്വരനോട് കേണപേക്ഷിച്ചു. പിന്നെയും കുറച്ച് സമയം അവൾ മനഃപൂർവ്വം തന്നെ മുറിയിൽ തങ്ങിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളിക്കൊണ്ട് നടന്നു. പാറു, വേഗം വാ. താഴെ നിന്നും വിമലയുടെ ശബ്ദം ഇത്തിരി കടുപ്പത്തോടെ കേട്ടപ്പോൾ അവൾ ചെയ്തുകൊണ്ടിരുന്ന ആക്ഷൻ പകുതിയിൽ നിർത്തി ബാഗും എടുത്തുകൊണ്ട് കോവണി ഇറങ്ങി. മമ്മ, ഇന്നും പുട്ടാണോ? വയറു ഒഴിഞ്ഞുകൊണ്ട് ടേബിളിൻ്റെ മുൻപിലിരിക്കുന്ന പാത്രത്തിലേക്ക് നോക്കി ചുണ്ട് ചുളിച്ച് പെണ്ണ്. പാറു, മര്യാദയ്ക്ക് മാറി തിന്നിട്ട് എഴുന്നേറ്റ് പോകാൻ നോക്ക്. നിന്നെ കുറേ നേരം നോക്കി എന്നിട്ട് ഭദ്രൻ പോയി. അകത്തേക്ക് കയറി വന്ന കൃഷ്ണൻ നായരുടെ ഇത്തിരി ഗൗരവത്തോടെയുള്ള ശബ്ദം കേട്ടപ്പോൾ തന്നെ കുട്ടിക്കളിയൊക്കെ മാറ്റിവെച്ചിട്ട് അവൾ വേഗം വേഗം വാരി കഴിക്കാനായി തുടങ്ങി. ഹയ്യടാ ഹയ്യേ! അയാൾ പോയെന്നറിഞ്ഞതും അവളിൽ 1000 പൂത്തിരി ഒരുമിച്ച് കത്തി. വെള്ളം കുടിക്കു കുട്ടി. കഴിച്ചു കഴിഞ്ഞ് കൈയും കഴുകിയിട്ട് ഡൈനിങ് ടേബിളിന് മുകളിൽ വെച്ചിരിക്കുന്ന ബാഗും എടുത്ത് ഓടുവാൻ തുടങ്ങുന്നവളെ നാരായണി പിന്നിൽ നിന്നും വിളിച്ചു. താങ്ക് യു മുത്തശ്ശി. അവർ നീട്ടി ഒരു ഗ്ലാസ് ചെറുചൂടുവെള്ളം വേഗം തൊണ്ടയിലേക്ക് കമഴ്ത്തിയിട്ട് അവൾ വീട്ടിൽ നിന്ന് ഓടിയിറങ്ങി. പാറു, പതിയെപ്പോ, രാമേട്ടൻ കൊണ്ടുവിടും നിന്നെ. അവളുടെ വേഗത്തിലുള്ള ഓട്ടം കണ്ടിട്ട് വിമല ആദിയോടെ പിന്നിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. ഓക്കെ മമ്മ എന്നും പറഞ്ഞുകൊണ്ട് പോർച്ചിൽ കിടന്ന കാറിൻ്റെ പിൻസീറ്റിലേക്ക് അവൾ കയറിയിരുന്നു. പോകാം മോളെ. രാമൻ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു കൊണ്ട് പിന്നിലേക്ക് നോക്കിയൊന്ന് ചോദിച്ചതും പാർവതി സമ്മതത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി കാട്ടി. വണ്ടി നേരെ കോളേജിലേക്ക് പാഞ്ഞു. പണിയായല്ലോ കുഞ്ഞെ. പകുതി ദൂരം ചെന്നപ്പോഴേക്കും വഴിയിലെ ഒരാൾക്കൂട്ടം കണ്ട് രാമൻ കാർ നിർത്തിക്കൊണ്ട് പറഞ്ഞു. എന്താ പറ്റിയ രാമേട്ടാ? വിൻഡോയിൽ കൂടി തലയിട്ട് നോക്കിക്കൊണ്ട് അവൾ ആദിയോടെ ചോദിച്ചു. ഏതോ പിടിയാണെന്ന് തോന്നുന്നു കുഞ്ഞെ. ഇനി എപ്പോൾ വണ്ടി പോകാനാ? മുൻപിൽ നീണ്ടു നിവർന്ന് കിടക്കുന്ന ട്രാഫിക് ബ്ലോക്കിലേക്ക് നോക്കിക്കൊണ്ട് രാമനൊട്ടൊരു അമർഷത്തോടുകൂടി പിറുപിറുത്തു. അപ്പോഴേക്കും അവരുടെ പിന്നിലും വാഹനങ്ങൾ വന്നു നിറഞ്ഞതിനാൽ ഇടവഴിയിലൂടെ പോകാമെന്നുള്ള ആഗ്രഹവും അതോടെ അവിടെ അവസാനിച്ചു. പോലീസ് വന്ന് അവരെയെല്ലാം പിടിച്ചു മാറ്റി വണ്ടികളൊക്കെ മുന്നോട്ടേക്ക് പറഞ്ഞു വിട്ടപ്പോഴേക്കും ഏകദേശം 1/2 മണിക്കൂറോളം കഴിഞ്ഞിരുന്നു. ആ കാലമാടൻ്റെ ക്ലാസ്സാണ് ആദ്യം തന്നെ. അങ്ങോരുടെ വായിലിരിക്കുന്നത് കേൾക്കാനാണ് എൻ്റെ യോഗം. കയ്യിലെ ഡിജിറ്റൽ വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് പാറു സങ്കടപ്പെട്ടു. പിന്നീട് വളരെ വേഗതയിലാണ് രാമൻ കാർ ഓടിച്ചത്. വെറും 10 മിനിറ്റ് കൊണ്ട് തന്നെ അവർ കോളേജ് പാർക്കിങ്ങിൽ എത്തിച്ചേർന്നു. വേഗം പൊയ്ക്കോ മോളെ, കോളേജ് തുടങ്ങിയെന്നാ തോന്നുന്നേ. അവിടുത്തെ ക്യാമ്പസിൻ്റെ നിശബ്ദത അത് സത്യമാണെന്ന് വിളിച്ചോതി. അവൾ ഡോറും തുറന്ന് ബാഗുമായി മാത്സ് ബ്ലോക്കിന് നേർക്കോടി. സ്റ്റാഫ് റൂമിന് മുൻപിലൂടെ ഓടിയപ്പോൾ ജനലരികിലുള്ള ഭദ്രൻ്റെ സീറ്റിലേക്ക് പ്രതീക്ഷയോടെ പെണ്ണിൻ്റെ കണ്ണുകളൊന്ന് നീങ്ങി. ഇല്ല, ആ കസേര കാലിയാണ്. പൊടുന്നനെ അസ്തമിച്ച പ്രതീക്ഷ അവളെ പേടിയിലാഴ്ത്തി. അത്രയും നേരം കാലുകൾ പാഞ്ഞു വന്നവളുടെ കാലുകൾ ഒരു നിമിഷം ഒച്ചിഴയുന്നത് പോലെ ആയി മാറി. എക്സ്ക്യൂസ് മീ സർ. ക്ലാസ് റൂമിൻ്റെ വാതിൽക്കൽ ചെന്ന് നിന്നുകൊണ്ട് അവൾ പതിയെ അകത്തേക്ക് നോക്കിക്കൊണ്ട് വിളിച്ചു. എന്തോ ബോർഡിൽ എഴുതിക്കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയായിരുന്ന ഭദ്രൻ അവളുടെ വിളി കേട്ട് പുറത്തേക്ക് നോക്കി. എന്താ? ഒട്ടും മയമില്ലാതെ തന്നെ അവൻ ദേഷ്യത്തോടു കൂടി ചോദിച്ചു. മേ ഐ കം ഇൻ?
അവൻ്റെ കലിപ്പ് കണ്ടപ്പോൾ തന്നെ കാറ്റുപോലെയാണ് അവളുടെ ശബ്ദം പുറത്തേക്ക് വന്നത്. നോ, യു സ്റ്റേ ദെയർ ആൻഡ് ഐ ഫിനിഷ് മൈ ക്ലാസ്. അവൻ്റെ അലർച്ചയിൽ പാർവതി ഒന്ന് ഞെട്ടി. സോറി സർ, ട്രാഫിക് ബ്ലോക്ക് ആയതാ. സത്യാവസ്ഥ പറഞ്ഞ് ഭദ്രനെ മനസ്സിലാക്കുവാനായി ഒരു ശ്രമം നടത്തിയെങ്കിലും അവൻ്റെ ഒരു കണ്ണുരുട്ടലിൽ അവൾ വീണ്ടും നിശബ്ദയായി. യു കീപ് മാം ആൻഡ് സ്റ്റേ അവേ. അത്രയും കൂടെ കേട്ടപ്പോഴേക്കും അവളുടെ ദേഷ്യം ഉച്ചസ്ഥായിലായി. തീർത്തും മൗനമായി അവൾ ഫോണും നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ക്ലാസ്സിനെ പുറത്തെ ചുവരിലേക്ക് ചാരി നിന്നു. അവൾക്ക് വല്ലാത്ത അമർഷം തോന്നി മാരാരോട്. എന്നെങ്കിലും ഞാനിതിന് നിങ്ങളോട് പകരം വീട്ടും, നോക്കിക്കോ. അവളപ്പോഴേക്കും മനസ്സിൽ പ്രതിജ്ഞയെടുത്തു കഴിഞ്ഞിരുന്നു. പാർവതി എന്താ ഇവിടെ നിൽക്കുന്നേ? പരിചിതമായ ഒരു ശബ്ദം കേട്ടപ്പോഴാണ് അവൾ തലയുയർത്തി നോക്കിയത്. അപ്പോൾ കണ്ടു തൻ്റെ നേരെ നോക്കി നിൽക്കുന്ന മാത്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് സുരേഷ് സാറിനെ. ഏകദേശം 40-45 വയസ്സ് പ്രായം വരുന്ന ഇരുനിറമുള്ള ആളാണ് സാർ. അന്ന് അഡ്മിഷൻ എടുക്കാൻ വന്നപ്പോൾ കണ്ടുള്ള പരിചയമാണ് സാറിനോട്. ആളൊരു ഗൗരവക്കാരനാണെങ്കിലും ഭദ്രൻ്റെ അത്രയും അല്ല എന്നവൾ ഓർത്തു. അത് പിന്നെ ഇത്തിരി താമസിച്ചു സാർ, അവൾ വിളറിയ ചിരി നൽകിക്കൊണ്ട് പറഞ്ഞു. ഭദ്രൻ്റെ ക്ലാസ്സല്ലേ, അതുകൊണ്ട് വൈകരുത് ഇനി ഒരിക്കലും. അത്രയും പറഞ്ഞിട്ട് അദ്ദേഹം ക്ലാസ്സിനുള്ളിലേക്ക് കയറി പോകുന്നത് കണ്ടു. പിറകെ തന്നെ സാറിൻ്റെ ഒരു അസിസ്റ്റൻറ്റും 2-3 വേറെ ലെക്ചേഴ്സും ഉണ്ടായിരുന്നു. എന്തൊക്കെയോ ഉച്ചത്തിലുള്ള ശബ്ദങ്ങൾ അകത്തുനിന്നും കേൾക്കുന്നുണ്ട്. അതറിയുവാനായി ആകാംക്ഷ തോന്നിയതും പെണ്ണ് തല ചെരിച്ചുകൊണ്ട് പുറത്തുനിന്നും ക്ലാസ്സിൻ്റെ ജനലിനുള്ളിലൂടെ അകത്തേക്ക് നോക്കി. ക്ലാസ്സിലെ കുട്ടികളുടെ മൊബൈൽ ഫോൺ പിടിക്കാൻ വേണ്ടി വന്നതാണ് സാറും അദ്ദേഹത്തിൻ്റെ സ്റ്റാഫുകളും എന്നവൾക്ക് മനസ്സിലാക്കുവാൻ അധികം നേരമൊന്നും വേണ്ടി വന്നില്ല. ഇന്ന് ഫോൺ എടുത്തുകൊണ്ട് വരാഞ്ഞ് എത്ര നന്നായി ഭഗവാനെ, അവളൊന്ന് ആശ്വാസത്തോടുകൂടി നെടുവീർപ്പെട്ടു. സുരേഷ് സാറിൻ്റെ കൂടെ വന്നവർ പെൺകുട്ടികളുടെ ഒക്കെ ബാഗുകൾ തപ്പുന്നുണ്ട്. മാരാര് വന്നവരെ അനുകൂലിച്ചുകൊണ്ട് ആരുടെയൊക്കെയോ ആൺകുട്ടികളുടെ ഇടയിൽ നിന്നും എഴുന്നേൽപ്പിച്ച് നിർത്തുന്നുണ്ട്. ഷൂ പൊടുന്നനെ പാമ്പ് ചീറ്റുന്നത് പോലെ എവിടെ നിന്നും ഒരു സീൽക്കാല ശബ്ദം അവൾ കേട്ടു. ജനലിന് അരികിലായിട്ടുള്ള ആൺകുട്ടികളുടെ വശത്ത് നിന്നാണ് ആ ശബ്ദത്തിൻ്റെ ഉറവിടം എന്ന് മനസ്സിലായപ്പോൾ പാറു അങ്ങോട്ടേക്ക് ഉറ്റുനോക്കി. അപ്പോൾ കണ്ടു മൊബൈൽ ഫോൺ ഡെസ്കിനടിയിൽ പാത്തു വെച്ചുകൊണ്ട് തന്നെ നോക്കി കണ്ണുകൾ കൊണ്ട് എന്തോ ആംഗ്യം കാട്ടുന്ന മാത്തനെ. എന്താടാ എന്ന് പുരികം പൊക്കിക്കൊണ്ട് ചോദിച്ചപ്പോൾ ഫോണൊന്ന് പിടിക്കാവോ എന്നായി ആശാൻ്റെ അപേക്ഷ. അവൻ്റെ മുൻപുള്ള ബെഞ്ച് വരെ സാറന്മാർ വന്നു നിന്ന് തപ്പുന്നുണ്ട്. ആൺകുട്ടികളുടെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ വരെ അവർ കൈയിടുന്നുണ്ട്. എടി പാറു, ഒന്ന് ഹെൽപ്പെടി. ചെക്കൻ്റെ ക്ലീൻ ഷേവ് മുഖത്തെ ക്യൂട്ടായിട്ടുള്ള ദയനീയ ഭാവം കണ്ടപ്പോൾ തന്നെ പിന്നെ വേറൊന്നും ആലോചിക്കാൻ പെണ്ണിന് തോന്നിയില്ല. ക്യാച്ച് എന്ന് ചുണ്ടുകൾ കൊണ്ട് അവനെ നോക്കി പിറുപിറുത്തതും ചെക്കൻ ജനലിൽ കൂടി ഫോൺ പുറത്തേക്ക് എറിഞ്ഞത് ഒരുപോലെയായിരുന്നു. അകലത്തിലുള്ള വിൻഡോ വഴികളായതിനാൽ അത് സേഫായിട്ട് പാറുവിൻ്റെ കൈക്കുമ്പിളിൽ തന്നെ വീണു. താങ്ക്സ്. മാത്തൻ്റെ കണ്ണുകളിലെ സന്തോഷം കണ്ടുകൊണ്ട് തന്നെ അവൾ അത് ഭിത്തിയിൽ ചാരി നിന്നുകൊണ്ട് ബാഗിനുള്ളിലേക്ക് ഭദ്രമായി നിക്ഷേപിച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ക്ലാസ്സിലെ ബഹളങ്ങൾ നിലയ്ക്കുന്നത് പോലെ പാർവതിക്ക് തോന്നി. അവൾ ജനലിൽ കൂടി വീണ്ടും അകത്തേക്ക് നോക്കി. 5-6 ആൺകുട്ടികൾ എഴുന്നേറ്റ് നിൽക്കുന്നതും അവരുടെ ഫോണുകൾ സുരേഷ് സാറിൻ്റെ കയ്യിലിരിക്കുന്നതും കണ്ടു. ആരും ഫോൺ ക്ലാസ്സിൽ കൊണ്ടുവരരുത് എന്ന് കർശനമായി പറഞ്ഞുകൊണ്ട് സുരേഷ് സാർ ക്ലാസ്സിന് വെളിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും മാരാർ അയാളെ പിന്നിൽ നിന്നും വിളിക്കുന്നത് കേട്ടു. സർ, പുറത്തൊരു കുട്ടിയും കൂടെയുണ്ട്, അവളുടെ ബാഗും കൂടി പരിശോധിച്ചോളൂ. ഭദ്രൻ്റെ വാക്കുകൾ കൂരമ്പ് പോലെയാണ് പാറുവിൻ്റെ നെഞ്ചിലേക്ക് തറച്ചു കയറിയത്. അതിനേക്കാൾ ഉപരി ഞെട്ടിയത് ക്ലാസ് മുറിയിലിരിക്കുന്ന റോഷനാണ്. പാർവതി, അകത്തേക്ക് വരൂ. ഭദ്രൻ്റെ ഉച്ചത്തിലുള്ള വിളി വാതിൽക്കൽ നിന്നും കേട്ടവൾ ഫോൺ ബാഗിൽ നിന്നും എടുത്ത് ജനലിനുള്ളിലേക്ക് അകത്തേക്ക് എറിയുവാനുള്ള സമയം പോലും അവൾക്ക് കിട്ടിയില്ല എന്നതായിരുന്നു സത്യം. അവനെ ഉറ്റുനോക്കിക്കൊണ്ട് പരിഭ്രാന്തിയോടെ ബാഗും മുറുക്കി പിടിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നവൾ വിറയ്ക്കുന്ന കാലടികളോടെ. അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് വേഗം വരാവേ. പാർവതി പിടിക്കപ്പെടുമോ ഇല്ലയോ എന്ന് വെറുതെ ഒന്ന് ഗസ് ചെയ്ത് നോക്കിക്കട്ടെ പിള്ളേരെ. എന്നിട്ട് കമൻറ്റ് ബോക്സിലൊന്ന് എന്നെ എഴുതി അറിയിക്കേ. അപ്പം അടുത്ത പാട്ടുമായിട്ട് നാളെ കാണാം. ബൈ ബൈ.